തൃശ്ശൂരിലെ അല്ല, കേരളത്തിലെ എല്ലാ കുട്ടികളും. പക്ഷേ ആന്തരിക സൗന്ദര്യവും നമ്മുടെ കുട്ടികൾക്കുണ്ട്. പക്ഷെ ഈ ആന്തരിക സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റമാണ് അല്ലേ? പക്ഷെ ആ പെരുമാറ്റത്തെ ഒന്ന് തുടച്ചു മിനുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ നമ്മുടെ ബാഹ്യ സൗന്ദര്യത്തെ ബ്യൂട്ടി പാർലറുകളിലൊക്കെ പോയി തുടച്ചു മിനുക്കുന്നത് പോലെ നമ്മുടെ ആന്തരിക സൗന്ദര്യത്തെ, നമ്മുടെ പെരുമാറ്റത്തിനെ, നമ്മുടെ സോഫ്റ്റ് സ്കില്ലിനെ ഒക്കെ ഒന്ന് പോളിഷ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അങ്ങനെ പോളിഷ് ചെയ്തെടുക്കാനുള്ള കേന്ദ്രങ്ങളാണ് എംപ്ലോയബിലിറ്റി സെന്ററുകൾ. അതായത് നമ്മുടെ പെരുമാറ്റ രീതികളും നമ്മുടെ ബാക്കിയുള്ളവരോട് ഇടപെടുന്ന രീതികളും, ഒരു ഇന്റർവ്യൂവിന് നേരത്തെ പറഞ്ഞതുപോലെ അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെയെന്നും ഒക്കെ നമ്മുടെ കുട്ടികൾ ഒന്നുകൂടി പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്ന വേദികളാണ്, ട്രെയിനിങ് തരാൻ വേണ്ടിയിട്ട് സർക്കാർ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് എംപ്ലോയബിലിറ്റി സെന്റർ. നമുക്ക് ഈ എന്താ പറയാ, പെരുമാറ്റ ഗുണങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് എപ്പോഴാണ്? നമ്മളൊരു ജോലിയിലേക്കൊക്കെ പോകുമ്പോൾ അല്ലെ, പ്രത്യേകിച്ചും സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കൊക്കെ ജോലിയിലേക്കൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള നല്ല സോഫ്റ്റ് സ്കിൽസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ ഞങ്ങള് ഈ എംപ്ലോയബിലിറ്റി സെന്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽസ് മാത്രമല്ല പഠിപ്പിച്ചു തരുന്നത്. ഇത് പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് സ്വകാര്യ കമ്പനികളിൽ ജോലി ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്വകാര്യ കമ്പനികളെ നമ്മൾ പരിചയപ്പെടുത്തി തരികയും അങ്ങനെയുള്ള സ്വകാര്യ കമ്പനികളിൽ വേക്കൻസികൾ ഉണ്ടെങ്കിൽ അവിടെ ജോലി നേടാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇന്നിവിടെ നടക്കാൻ വേണ്ടി പോകുന്ന തൊഴിൽ മേള. ഇവിടെ പ്രഗത്ഭരായിട്ടുള്ള സ്വകാര്യ കമ്പനികൾ എത്തിയിട്ടുണ്ട് കേരളത്തില്. അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഞങ്ങൾ. അവരുമായി ആശയവിനിമയത്തിനുള്ള ഒരു വേദി ഒരുക്കി തരികയാണ്. അതിനുശേഷം അവർ ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് അവർക്ക് അനുയോജ്യരാണെന്ന് തോന്നിയിട്ടുള്ള ആൾക്കാരെ അവരുടെ വേക്കൻസികളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മാത്രമല്ല, ഞങ്ങളുടെ തൃശ്ശൂരിലാണ്, തൃശ്ശൂർ പാലസ് റോഡിലാണ് ഞങ്ങളുടെ എംപ്ലോയബിലിറ്റി സെന്റർ ഉള്ളത്. അവിടെ വന്നു കഴിഞ്ഞാലാണ് ഞങ്ങൾ ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സോഫ്റ്റ് സ്കില്ലിനുള്ള ട്രെയിനിങ് ഒക്കെ തരുന്നത്. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കുട്ടികളെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഉള്ള കുട്ടികളാക്കി മാറ്റുക. അതായത് ഗ്ലോബൽ എംപ്ലോയ്മെന്റ് മാർക്കറ്റിൽ പോലും കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന കുട്ടികളാക്കുക നമ്മുടെ കേരളത്തിലെ കുട്ടികളെ എന്നുള്ളതാണ് നമ്മുടെ എംപ്ലോയബിലിറ്റി സെന്ററുകളുടെ ഉദ്ദേശം. പിന്നെ അതുകൊണ്ട് നമ്മൾ അധികം സമയം വൈകിക്കുന്നില്ല. പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ഈശ്വര പ്രാർത്ഥന. Samira and the District Employment Officer Thrissur for the welcome address. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രിൻസ് വി എസ് അവർ, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ
ചാലക്കുടി MP ആദരണീയനായ ശ്രീ ബെന്നി ബെഹനാൻ അവർ, ബഹുമാനപ്പെട്ട ചാലക്കുടി മുനിസിപ്പാലിറ്റി കൗൺസിലർ ശ്രീമതി ബിന്ദു ശശികുമാർ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഐറിൻ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള മിഷൻ മോഡ് പ്രോജക്റ്റ് ഫോർ ഇന്റർലിങ്കിങ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് തൃശ്ശൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും തൃശ്ശൂർ ജില്ലാ എംപ്ലോയബിലിറ്റി സെൻറ്ററും ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജ് ഓട്ടോണമസും സംയുക്തമായിട്ട് നടത്തുന്ന പ്രയുക്തി 2024 മെഗാ ജോബ് ഫെയറാണ് നമ്മളിന്നിവിടെ നടത്താൻ വേണ്ടി പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് സർക്കാരിന് പൊതുമേഖലയിൽ റിക്രൂട്ട്മെൻസി ഉണ്ടായിരുന്നില്ല. അതായത് നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ ഹൈക്കൺ ആണെങ്കിൽ ഹൈക്കണിൻ്റെ ഏതെങ്കിലും പത്രത്തിൽ, ഹൈക്കൺ എന്നുള്ള കമ്പനി ആണെങ്കിൽ പത്രത്തിൽ ഹൈക്കണിൻ്റെ വേക്കൻസീസ് കാണുമ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്യുക. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തൊഴിൽ സ്ഥാപനമാണെങ്കിൽ അവർ പ്രൈവറ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയൊക്കെ ഏൽപ്പിച്ചിട്ട് ഇവിടെ ഇന്ന വേക്കൻസി ഉണ്ട്, ഈ സ്വകാര്യ കമ്പനിയിൽ ഇന്ന വേക്കൻസി ഉണ്ട് എന്ന് നിങ്ങൾ അറിയിക്കും. അല്ലെങ്കിൽ ചില ഓൺലൈൻ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഓൺലൈൻ ഏജൻസികളൊക്കെ ഉണ്ട്, naukri.com എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏജൻസികളിലൊക്കെ പരസ്യം കണ്ടിട്ടായിരിക്കും നിങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഇൻ്റർവ്യൂവിന് പോകുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ സ്ഥാപനങ്ങളുടെ, ഈ ഏജൻസികളുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ചും നമുക്കറിയില്ല, സ്വകാര്യ സ്ഥാപനങ്ങളുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ചും നമുക്കറിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കേരള സർക്കാർ എംപ്ലോയബിലിറ്റി സെന്ററുകൾ തുടങ്ങിയിട്ടുള്ളത്. അതായത് ക്രെഡിബിൾ ആയിട്ടുള്ള പ്രൈവറ്റ് സ്വകാര്യ മേഖലയിലെ ഉദ്യോഗദായകരെ അണിനിരത്തിയിട്ട് നമ്മൾ ഒരു ജോബ് ഫെയർ നടത്തുകയാണ്. ആ ജോബ് ഫെയറിൽ ഈ ഉദ്യോഗദായകർക്ക് ആവശ്യമുള്ള യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾ കൂടി എത്തിച്ചേരുകയാണ്. അങ്ങനെ ആവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉദ്യോഗദായകർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒരു ആശയവിനിമയത്തിനുള്ള വേദി സൃഷ്ടിക്കുകയാണ്. പിന്നെ ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലുള്ള ക്രെഡിബിലിറ്റി തന്നെയാണ്. അതായത് ഇപ്പോൾ ഇവിടെ അണിനിരന്നിട്ടുള്ള ഉദ്യോഗദായകർക്കെല്ലാം തന്നെ ESI, EPF തുടങ്ങിയ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള എല്ലാ നിബന്ധനകൾക്കും വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇവിടെ ഉള്ളത്. അതാണ് ഇത്തരത്തിലുള്ള തൊഴിൽമേളകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്കുള്ള ഒരു ഗുണവും അത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞതുപോലെ ക്രെഡിബിൾ ആയിട്ടുള്ള ഉദ്യോഗദായകരാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ വളരെ ഞങ്ങൾ വേക്കൻസി ഒക്കെ നേരത്തെ പബ്ലിഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ അനുയോജ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുമാണ് ഈ വേദിയിൽ എത്തുന്നത്. അപ്പോൾ അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ആശയവിനിമയത്തിനുള്ള അവസരമാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. ഇത് ഇത്തരത്തിലുള്ള നമ്മുടെ രണ്ടാമത്തെ ഈ സാമ്പത്തിക വർഷത്തെ തൃശ്ശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ രണ്ടാമത്തെ തൊഴിൽമേളയാണ്. പ്രയുക്തി എന്നാണ് ഈ തൊഴിൽമേളയുടെയും പേര്. ഈ തൊഴിൽമേളയുടെ ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ആദരണീയനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രിൻസ് VS അവർകളാണ്. അദ്ദേഹം ഞങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് വളരെ ചിരപരിചിതനാണ്. ഞങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഞങ്ങളുടെ കൈ പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് വളരെ ആദരവോടെ സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ചാലക്കുടി MP ബഹുമാന്യനായിട്ടുള്ള ശ്രീ ബെന്നി ബെഹനാൻ അവർകളാണ്. അദ്ദേഹം ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ആശംസ അർപ്പിക്കാനായി ഉടൻ തന്നെ എത്തിച്ചേരുന്നത് നമ്മുടെ ചാലക്കുടി മുനിസിപ്പൽ കൗൺസിലർ ആയിട്ടുള്ള ശ്രീമതി ബിന്ദു ശശികുമാറാണ്. മാഡം ഓൺ ദി വേ ആണ്, ഇപ്പോൾ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. നമ്മുടെ ഈ തൊഴിൽമേളയുടെ പ്രചരണത്തിനൊക്കെ വളരെയധികം സഹായം ചെയ്തിട്ടുള്ള ആളാണ് ബഹുമാനപ്പെട്ട കൗൺസിലർ ശ്രീമതി ബിന്ദു ശശികുമാർ. മാഡത്തിനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് വളരെയധികം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് ഈ വേദി നമുക്ക് ഒരുക്കി തന്നത് എല്ലാ സൗകര്യങ്ങളും തൃശ്ശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു വേദിയും ഇത്രയും മനോഹരമായിട്ടുള്ള സംഘാടനവും ഒക്കെ ഞങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുള്ളത് നമ്മുടെ ആദരണീയായ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഐറീൻ ആണ്.
മാഡത്തിനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം. അടുത്തതായി ആശംസ അർപ്പിക്കാനായിട്ട് ഞങ്ങളുടെ തന്നെ സെൽഫ് എംപ്ലോയ്മെന്റ് വിങ്ങിന്റെ എംപ്ലോയ്മെന്റ് ഓഫീസർ ആയിട്ടുള്ള ശ്രീ റെക്സ് തോമസ് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഞങ്ങളുടെ ചാലക്കുടി എംപ്ലോയ്മെന്റ് ഓഫീസർ ആയിട്ടുള്ള ശ്രീമതി ഷൈനി അഷ്റഫ് ആശംസകൾ അർപ്പിക്കാനും ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാനുമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഷൈനി ഞങ്ങൾ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം. അടുത്തതായിട്ട് നന്ദി അർപ്പിക്കുന്നതിനും ഈ പ്രോഗ്രാമിന്റെ എല്ലാ ഏകോപനവും നിർവഹിച്ച് ഇവിടെ സന്നിഹിതനായിട്ടുള്ളത് ഞങ്ങളുടെ വൊക്കേഷണൽ ഗൈഡൻസ് വിങ്ങിന്റെ എംപ്ലോയ്മെന്റ് ഓഫീസർ ആയിട്ടുള്ള ശ്രീ ഷാജു ജോനപ്പൻ എം ആണ്. ഞങ്ങളുടെ വിജി ഓഫീസറെ ഞങ്ങൾ അഭിമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യുവാനുള്ളത് ഈ വേദിയിൽ ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികളെയും ഉദ്യോഗദായകരെയുമാണ്. അവരെ എല്ലാവരെയും ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ തൊഴിൽ മേളയുടെ പ്രചാരണത്തിനൊക്കെ വളരെയധികം പ്രചാരണമൊക്കെ നടത്തിയിട്ടുള്ള ആളാണ് ശ്രീമതി ബിന്ദു ശശികുമാർ. മാഡത്തിനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് VS അവർകളെ ക്ഷണിക്കുന്നു. അധ്യക്ഷവേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, തൃശ്ശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൻ്റെയും ജില്ലാ എംപ്ലോയബിലിറ്റി സെൻ്ററിൻ്റെയും ചാലക്കുടിയിലെ ഈ പ്രിയങ്കരമായ കലാലയം സേക്രഡ് ഹാർട്ടിൻ്റെയും സേക്രഡ് കോളേജിൻ്റെയും നേതൃത്വത്തിൽ നടത്തുന്ന റെയ്റ്റി 2024 തൊഴിൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാന MP ഏതാനും സമയത്തിനകം എത്തിച്ചേരും. നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ആശംസിച്ച ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ശ്രീമതി NV സമീറ, അതുപോലെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ചാലക്കുടി മുനിസിപ്പാലിറ്റി കൗൺസിലർ ശ്രീമതി ബിന്ദു ശശികുമാർ, ഈ കലാലയത്തിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഐറിൻ, ആശംസകൾ അർപ്പിക്കുന്ന ജില്ലാ എംപ്ലോയ്മെന്റ് സെൽഫ് എംപ്ലോയ്മെന്റ് ഓഫീസർ റെക്സ് തോമസ്, ചാലക്കുടി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ ശ്രീമതി ഷൈനി അഷ്റഫ്, നന്ദി രേഖപ്പെടുത്തുന്ന എംപ്ലോയ്മെന്റ് ഓഫീസർ ജില്ലാ ഷാജു ജോനപ്പൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട തൊഴിൽ നായകർ, തൊഴിൽ അന്വേഷകർ, മറ്റ് കുട്ടികൾ. ഞാനൊരു അധിക വർത്തമാനം നിൽക്കുന്നില്ല. തൃശ്ശൂർ ഒരു 10:30 ഒരു പരിപാടി പറഞ്ഞാൽ അതിനോട് വരാനുള്ള നിലയ്ക്ക് തന്നെയാണ് അത് ആസൂത്രണം ചെയ്തത്. അതുകൊണ്ട് MP വരുന്നത് പ്രധാനം പറയുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നേരം വൈകി പോകും. എന്തായാലും വേറെ സന്തോഷമുണ്ട്. ഒരുപാട് തൊഴിൽദായകർ ഇന്നത്തെ ജോബ് മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. നിരവധി തൊഴിൽ അന്വേഷകർ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഈ മേളയിൽ പങ്കെടുക്കുന്നു. അവർക്ക് നിരവധിയായ അവസരങ്ങൾ ഉണ്ടാകട്ടെ, അവർ ജോലി കിട്ടാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ് ആദ്യമായി ആശംസിക്കാറുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ കേരളം വിദ്യാഭ്യാസമുള്ള അഭ്യസ്തവിദ്യരായ കൂടുതൽ യുവാക്കളുള്ള ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയും വിദ്യാഭ്യാസ ശതമാനവുമുള്ള ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് നമുക്ക് അതുകൊണ്ട് തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുക. തൊഴിൽ അന്വേഷിക്കുന്നവരുടെ എണ്ണത്തിനനുസരിച്ച് ജോലി സർക്കാർ ഉടമസ്ഥതയിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ കൊടുക്കാൻ നമുക്ക് ഇന്നത്തെ നിലയ്ക്ക് കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ തന്നെ 5.4 ലക്ഷത്തിലധികം ജീവനക്കാരുണ്ട്. കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ത്യയിലെ ഭൂവിസ്തൃതിയിൽ ഏറ്റവും കുറഞ്ഞ ഭൂവിസ്തൃതിയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഇന്ത്യ ആകെ 1 ഏക്കറാണ് എന്ന് നമ്മൾ ഉദാഹരണത്തിന് എടുത്താൽ 1.17% കേരളത്തിന്റെ ഭൂവിസ്തൃതി.
എന്നാൽ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ എണ്ണം ഇന്ത്യൻ ജനസംഖ്യയുടെ 2.8%. അപ്പൊ കുറഞ്ഞ ഭൂവിസ്തൃതിയും കൂടുതൽ ജനസാന്ദ്രതയുമുള്ള ഒരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ വലിയ വലിയ വ്യവസായങ്ങൾ നമുക്കില്ല, വലിയ കൃഷിയിടങ്ങളില്ല. അതുകൊണ്ട് തന്നെ തൊഴിലവസരങ്ങൾ കേരളത്തിൽ കുറവാണ്. തൊഴിലവസരങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല, നന്നായി കുട്ടികൾ പഠിക്കുന്നതുകൊണ്ട് അവരൊക്കെ ഒരുപാട് ഉയർന്ന നിലവാരത്തിലേക്ക് അവരുടെ വിദ്യാഭ്യാസ ജീവിതം ഇങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ നിലവാരത്തിനനുസരിച്ചുള്ള ജോലിയും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നം കേരളത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആളുകൾ പഠിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അതെ, നമ്മുടെ വീടുകളൊക്കെ തന്നെ ഏതാണ്ട് കുറെ നാൾ കഴിഞ്ഞാൽ കേരളത്തിൽ അതിനനുസൃതമായ ടെക്നോളജി എക്കോണമിയെ സംബന്ധിച്ച് തന്നെ ചർച്ച നടത്തുന്നുണ്ട്. അതിനാവശ്യമായ വിഷനിലൂടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ പോയാൽ പക്ഷെ ഒരു വൃദ്ധസദനം കേരളം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു പ്രശ്നം നമ്മളൊന്ന് അഭിമുഖീകരിക്കുന്നത്. എല്ലാ വീടുകളിലും കുട്ടികൾ പോവുകയാണ്, പഠിക്കുന്നവരൊക്കെ പോവുക. പിന്നെ രണ്ടാളാണുള്ളത്, ഒരു വലിയ വീടും കുറെ സ്ഥലവും, അതിനുള്ളിൽ 2 പേരും എന്ന അർത്ഥത്തിലുള്ള ഒരു സമലിലേക്ക് വരികയാണ്. അതുകൊണ്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ ലോകത്ത് എവിടെ ഇരുന്നും ഏത് മൾട്ടിനാഷണൽ കമ്പനിയുടെ ഏത് സംവിധാനങ്ങളുടെയും ജോലി ചെയ്യാനുള്ള സാധ്യത നമ്മുടെ സാങ്കേതിക വിദ്യ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിലേക്ക് കേരളത്തിന്റെ തൊഴിൽ മേഖല മാറുന്നതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറത്താണ് IT മേഖലയിലുള്ള തൊഴിലവസരങ്ങൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സമൃദ്ധമായ സംസ്ഥാനമായി കേരളത്തെയാണ് ഈ അടുത്ത കാലത്ത് തെരഞ്ഞെടുത്തത്. അതിന്റെ ഒരു ഗുണം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും തൊഴിൽ സൗഹൃദമായ സംസ്ഥാനമായി കേരളം മാറിയതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരുപാട് കമ്പനികൾ അവരുടെ സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥാപിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മെച്ചമായ ഒരു സ്ഥിതിയുണ്ട്. പഴയ മണി ഓർഡർ എക്കോണമിയിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ തന്നെ നമ്മുടെ ഉത്പാദന കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നത് അത് സംരംഭങ്ങളായി, അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വലിയ കൃഷിഭൂമിയോ വൻകിട വ്യവസായങ്ങളോ നമുക്ക് ആവശ്യമായ ഭൂമി ഇല്ലാത്തതുകൊണ്ട് കേരളത്തിൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട വിവിധ കമ്പനികളുടെ തന്നെ ജോലി ചെയ്യാൻ പ്രാപ്തമാകുന്ന രീതിയിലേക്ക് കേരളത്തിലെ തൊഴിൽ മേഖല മാറി. എന്നാലും നമുക്ക് എല്ലാവർക്കും ജോലി കൊടുക്കാൻ കഴിയുന്നില്ല. ഇവിടെ എംപ്ലോയ്മെന്റ് ഓഫീസർ പറഞ്ഞ പോലെ അതിന് പരിഹാരം കൂടിയാണ് ഏറ്റവും വലിയ തൊഴിൽ ദാതാക്കൾ കേരളത്തിലെ, ലോകത്തെല്ലാം ഏറ്റവും വലിയ തൊഴിൽ ദാതാക്കൾ എന്ന് പറഞ്ഞാൽ സ്വകാര്യ മേഖലയാണ്. ആ സ്വകാര്യ മേഖല ചൂഷണമുണ്ട്, നന്നായി കാര്യങ്ങൾ നടത്തുന്നവരുണ്ട്. പക്ഷെ ഒരു വ്യവസ്ഥ വെള്ളിയാഴ്ച ഉണ്ടാവുമെന്ന് നമ്മൾ പറയുന്നു. തെരഞ്ഞെടുപ്പിന്റെ രീതിയിൽ ഒരു സർക്കാർ സംവിധാനം തന്നെ ഇടപെട്ടാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ പോലെയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിനെ പോലെയുള്ള ഉത്തരവാദിത്വമുള്ള ഒരു പ്രസ്ഥാനം തൊഴിൽ മേഖലയിൽ ഇടപെടുമ്പോൾ അവരിലൂടെ നമുക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം തൊഴിൽ ദാതാക്കൾക്കുണ്ടാകുന്നു, നമ്മുടെ തൊഴിൽ അന്വേഷകർക്കുണ്ടാകുന്നു. അതിനൊരു വലിയ സേവനമാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തിൽ നിരവധിയായ തൊഴിൽ മേളകൾ ഇതുപോലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ കീഴിൽ, അതുപോലെ തന്നെ മറ്റു സംവിധാനം യുവജന കമ്മീഷന്റെ കീഴിലൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ബോർഡിന്റെ കീഴിലൊക്കെ തന്നെ അതൊരു ഒരുപാട് ആളുകൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ട് എന്നാണ് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായത്. പലപ്പോഴും നമ്മുടെ പെൺകുട്ടികളൊക്കെ ഒരുപാട് പഠിച്ചു കല്യാണം കഴിയുന്നതോടുകൂടി കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ജോലി എന്ന് പറയുന്ന സ്വപ്നം അവർ ഉപേക്ഷിക്കുകയാണ്. പിന്നെ ഒരു നിശ്ചിത കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ജോലിയെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനൊരു മാറ്റം ഉണ്ടാവുക. സ്വകാര്യ മേഖലയിലും അവർക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുന്നു. എന്തായാലും ഏറെ സന്തോഷകരമായ ഒന്ന്, ഒരുപാട് തൊഴിൽ ദാതാക്കൾ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. ഏറ്റവും നല്ല തൊഴിലവസരങ്ങൾ ഈ തൊഴിലന്വേഷകർക്ക് കൊടുക്കാൻ അവർക്ക് കഴിയട്ടെ. എല്ലാ നന്മകളും വിജയങ്ങളും ഈ പ്രയുക്തി 2024 നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ഔപചാരികമായി നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. Thank you, sir. I now welcome Ms. Bindu Shashikumar, Councillor of Chalakudy Municipality, to felicitate the gathering. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ പരിപാടിയുടെ ജോബ് ഫെയറിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച പ്രിയങ്കരനായ പ്രിൻസേട്ടൻ, സ്വാഗതം ആശംസിച്ച സമീറ MP,
ഈ കോളേജിൻ്റെ പ്രിൻസിപ്പളായ ഡോക്ടർ സിസ്റ്റർ ഐറിൻ, എംപ്ലോയ്മെൻറ്റ് ഓഫീസർ ശ്രീ റെക്സ് തോമസ്, എംപ്ലോയ്മെൻറ്റ് ഓഫീസർ ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ശ്രീ ഷൈനി അഷറഫ്, ശ്രീ ഷാജു ലോലിപ്പ്, മറ്റു വിശിഷ്ട വ്യക്തികളെ. നമുക്കറിയാം, ജോബ് ഫെയർ, തൊഴിൽ മേള എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കണ്ടെത്താനുള്ള ഒരു അവസരം സൃഷ്ടിക്കുക എന്നതാണ്. നമ്മുടെ ഉദ്ഘാടകൻ സംസാരിച്ച പോലെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആധുനിക ടെക്നോളജി വളർന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വരെ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നല്ല പഠിച്ച ഉന്നത വിദ്യാഭ്യാസമുള്ള വിദ്യാർത്ഥികളാണ് നമ്മുടെ ഇടയിലുള്ളത്. പക്ഷേ അവർക്ക് എല്ലാവർക്കും ഒരു ജോലി കണ്ടെത്തുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. അവിടെയാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ജോബ് ഫെയറിൻ്റെ പ്രസക്തി. നമുക്കറിയാം, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ചേട്ടൻ പറഞ്ഞ പോലെ അതിൽ കൂടെയൊക്കെ ജോബ് ഫെയർ നടത്തുമ്പോൾ ഒരുപാട് ജോലി കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്ന ദാതാക്കളുടെ കുറേ പേര് എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം ഇത്തരത്തിലുള്ള അവസരം പ്രയോജനപ്പെടുത്തുകയും ഏറ്റവും മികച്ചവരെ കണ്ടെത്താൻ ഇവർക്ക് കഴിയുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജോലി എന്നത് വെറും ഒരു വരുമാന മാർഗം മാത്രമല്ല. നമുക്കറിയാം, ജോലി കൂടെ നമുക്ക് പല സംതൃപ്തിയും പലതും നേടാനായിട്ട് സാധിക്കും. ഒരു വരുമാന മാർഗമല്ലാതെ ഒരുപാട് പഠിച്ച ആളുകളുണ്ട്, വെറുതെ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കും, അത് കഴിഞ്ഞ് ജോലിയൊന്നും അന്വേഷിക്കില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, വിദ്യാഭ്യാസം എന്നതാണ് നമ്മളുടെ സമ്പത്ത്. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചൊരു ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക, എന്നിട്ടാണ് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം, സ്ത്രീകൾക്ക് ഏറെ പ്രാധാന്യമുള്ള കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ എല്ലാ കുട്ടികളും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 18 വയസ്സും 21 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കല്യാണമൊക്കെ കഴിയും. പക്ഷെ ഇപ്പോൾ പെൺകുട്ടികൾ 10, 26, 27 വയസ്സൊക്കെ ആയിട്ടാണ് വിവാഹത്തിലേക്ക് തന്നെ കടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ ലക്ഷ്യം ജോലി എന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ നേതൃത്വത്തിൽ നടത്തുന്ന ഈ മെഗാ ജോബ് ഫെയറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിരവധി വ്യക്തിത്വങ്ങളുണ്ട് ഇത് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇതെല്ലാവർക്കും ഒരു എന്താ പറയുക, ജോലി കിട്ടാനുള്ള ഒരു അവസരമായി ഏറ്റവും കഴിവുള്ള മികവുള്ള ആളുകൾക്ക് SSLC മുതൽ അർഹത യോഗ്യതയുള്ള എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാമെന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതൊക്കെ ഇതിന് മുമ്പും 1500ഓളം പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ള തൊഴിൽ നൽകിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിച്ചറിയാൻ സാധിച്ചു. ഇത്തരത്തിലുള്ള ഈ ജോബ് ഫെയറുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജോലി കിട്ടി നല്ലൊരു മികച്ച ഇതാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Sister Irene, Principal of Sacred Heart College Autonomous Chalapuri for the felicitation. വേദിയിലിരിക്കുന്ന ഏറ്റവും വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഒത്തിരിയേറെ സന്തോഷമുണ്ട് നമ്മുടെ ഈ SH കലാലയത്തിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു ജോബ് ഫെയർ നടക്കുന്നതിൽ. പ്രത്യേകിച്ച് തൃശ്ശൂർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് ആണ് നമ്മുടെ കലാലയം ഇങ്ങനൊരു പരിപാടി ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നത്. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജ് ഓട്ടോണമസ് ആയ ഈ അധ്യയന വർഷമാണ്. അതിനുശേഷം നടക്കുന്ന രണ്ടാമത്തെ തൊഴിൽ മേളയാണിത്. ഇതിന് ഇങ്ങനൊരു പരിപാടി ഇവിടെ നടത്തുവാനായിട്ട് ഇവിടേക്ക് ആദ്യമായി കടന്നു വന്നത് നമ്മുടെ ഷാജു ലോനപ്പൻ സാറാണ്. നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ PG ആയിട്ട് പ്രവർത്തിക്കുന്ന ഷാജു സാറാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടത്താനായിട്ട് ഏറ്റവും മുൻകൈ എടുത്തത്. ഈ പരിപാടി മാസങ്ങൾക്ക് മുമ്പേ ഇവിടെ ആസൂത്രണം ചെയ്യുകയും അതിന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും മാസങ്ങളോളമായി സാറും ടീമംഗങ്ങളും തൃശ്ശൂർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഇവർ ഇതിനായിട്ട് ഒത്തിരിയേറെ പരിശ്രമിക്കുന്നു. പ്രത്യേകിച്ച് ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസറായ സമീറ മാം സാറിനോടൊപ്പം ഇവിടെ പല അവസരങ്ങളിൽ എത്താറുണ്ട്. പ്രത്യേകിച്ച് ഈ കലാലയത്തിലെ കരിയർ സെൽ അതിൻ്റെ കോർഡിനേറ്റേഴ്സായ വിപിൻ സാറ്, സെഫി മിസ്, ലിനറ്റ് മിസ്, ഇവരെല്ലാവരും ഒരു ടീം വർക്കായിട്ട് ഇവിടെ പ്രവർത്തിച്ചതിന് ഫലമായിട്ടാണ് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ അരങ്ങേറാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഒപ്പം നിന്ന എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും വിദ്യാർത്ഥിനികളെയും പ്രത്യേകിച്ച് പ്ലേസ്മെൻറ്റ് സെല്ലിലെ ഇതിൻ്റെ ഓർഗനൈസേഴ്സിനെയും ഈ അവസരത്തിൽ ഞാൻ അനുമോദിക്കുകയാണ്.
ഇങ്ങനൊരു പ്രോഗ്രാം നാം ഇവിടെ നടത്തുമ്പോൾ തീർച്ചയായും ഒത്തിരിയേറെ പേർക്ക് ഇതുകൊണ്ട് ജോലി ലഭിക്കുന്നതായിട്ട് അറിയുന്നത് ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ജൂൺ 7 നടന്ന കേരള നോളജ് എക്കണോമിയുടെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ആ ഒരു എത്തിച്ചേർന്നിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നതിന് പ്രത്യേകിച്ച് നമ്മുടെ ഈ കലാലയം ഈ ജോലിക്കായിട്ട് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം ഇവിടെ നടക്കാൻ നമ്മളോട് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് ഇതിന് മുൻകൈ എടുത്തത്. കാരണം നമ്മളുടെ പഠനത്തോടൊപ്പം ജോലി എന്ന മോട്ടോയുമായിട്ടാണ് ഓട്ടോണമസിലേക്ക് നമ്മുടെ കലാലയം കടന്നിരിക്കുന്നത്. അതിനു വേണ്ടതായ ജോലിക്ക് അനുയോജ്യമായ കോഴ്സുകളും ഈ ഡിഗ്രി പ്രോഗ്രാമിനൊപ്പം നമ്മളിവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ MP എത്തിച്ചേർന്ന എല്ലാവർക്കും നമുക്ക് എണീറ്റ് നല്ലൊരു കൈയടി കൊടുക്കാം. ഇത്തരത്തിൽ നമ്മുടെ കലാലയത്തിൽ ഒത്തിരിയേറെ അഡീഷണൽ ആയിട്ടുള്ള നാഷണൽ സ്കിൽ NSBCയുടെയും അങ്ങനെ ആ വിധത്തിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളും ഡിഗ്രിയോടൊപ്പം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഒരു കുട്ടി ഇവിടെ നിന്ന് ഡിഗ്രി കഴിയുന്നതോടുകൂടി പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം TCS പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് ഒത്തിരിയേറെ പേർക്കാണ് ഇവിടെ ക്യാമ്പസ് പ്ലേസ്മെന്റ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ ഈ ഒരു കാര്യം വ്യക്തമാണ്, വെറും ഒരു ഡിഗ്രിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് മാത്രം ആർക്കും ഇപ്പോൾ പ്ലേസ്മെന്റ് ലഭിക്കുന്നില്ല. ഈ വിദ്യാർത്ഥിനികളെ നമ്മൾ ഫസ്റ്റ് ഇയർ തുടങ്ങി ഇവർക്ക് അഡീഷണൽ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് പല മോഡ്യൂൾസ് ആയിട്ട് അങ്ങനെ കൊടുക്കുന്നതിന് ഫലമായിട്ടാണ് ലാസ്റ്റ് ഫൈനൽ ഇയർ എത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ ഫേസ് ചെയ്യും പഠിച്ചിറങ്ങുന്നതോടുകൂടി ജോലി ലഭിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തുടർ പഠനത്തിന് പോകുന്നവരാണെങ്കിലും ഇവിടെയുള്ള പല അലുമിനീസും ഇന്ന് ഈ ജോബ് ഫെയറിന് എത്തിയിട്ടുണ്ട്. അവരും തിരിച്ച് ഇവിടേക്ക് കടന്നു വന്ന് ഈ ഒരു തൊഴിൽ മേളയിൽ പങ്കെടുത്ത് ജോലിയിൽ പ്രവേശിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒത്തിരിയേറെ ജോലി അന്വേഷിക്കുന്ന വിദ്യാർത്ഥികളെ ഓരോരുത്തരെയും എല്ലാവിധ ആശംസകളും നൽകുകയാണ്. ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ ചാലക്കുടി പ്രിയങ്കരനായ ചാലക്കുടി MP ശ്രീ ബെന്നി ബെഹനാനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് ഞാൻ ചുരുക്കിയാണ്. നമ്മുടെ ബെന്നി ബെഹനാൻ സാറ് 2ാം പ്രാവശ്യമാണ് ചാലക്കുടി MP ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ SH കലാലയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 2018 കേരള ഫ്ലഡ് ഈ കോളേജിനെ തകർത്തു കളഞ്ഞു. ഒരു നില മൊത്തം വെള്ളത്തിലായിരുന്നു. ഇങ്ങനെ തകർന്നടിഞ്ഞ ഒരു കലാലയം ഞങ്ങൾ മാനേജ്മെന്റ് ഇത് പൊക്കിക്കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ ക്ലാസ് റൂം ഫെസിലിറ്റികളെല്ലാം തകർന്നപ്പോൾ അന്ന് MP ആണ് ഇടപെട്ടിട്ട് ഒരു കോവിഡ് സിറ്റുവേഷൻ ആയിരുന്നിട്ട് കൂടി നമ്മുടെ കലാലയത്തിലേക്ക് ഒത്തിരിയേറെ സ്മാർട്ട് ക്ലാസ് റൂം ആക്കി ഒരു 16 ക്ലാസ് റൂംസ് MP-യുടെ പരിശ്രമ ഫലമായിട്ടാണ് ലഭിച്ചത്. ഈ വിധത്തിൽ നമ്മുടെ കലാലയത്തിന് ചെറുതും വലുതുമായ ആവശ്യങ്ങളിൽ ഒത്തിരിയേറെ ഇടപെട്ടിട്ടുണ്ട്. ഈ അവസരത്തിൽ MP-യുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ നന്ദിപൂർവ്വം ഇത്തരത്തിലുള്ള നമ്മുടെ കോളേജിന് മാത്രമല്ല ചാലക്കുടിക്ക് മൊത്തം ഒത്തിരിയേറെ നന്മ പ്രവൃത്തികൾ നമ്മുടെ ബെന്നി ബെഹനാൻ സാർ വഴി നടക്കുന്നുണ്ട്. അതേ അവസരത്തിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ഈ തൊഴിൽ മേളയിൽ എല്ലാവർക്കും പ്ലേസ്ഡ് ആവാൻ സാധിക്കട്ടെ എന്ന ആശംസയോടുകൂടി എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി. I request all the dignitaries to inaugurate this event. I request all the candidates to come forward.
to all. I now invite Mr. Benny Bhavan, our Honorable MP of Chalakudy, for the inaugural address. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ താമസിച്ചു പോയി. ഇതൊരു മെഗാ തൊഴിൽ മേളയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നടത്തുന്ന വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ഞാൻ ആദ്യം ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് നിങ്ങൾക്ക് അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ തന്നെ 1000-ലധികം കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി ഇനി രജിസ്ട്രേഷൻ വർദ്ധിക്കും എന്നാണ് ഞാൻ തോന്നുന്നത്. നിങ്ങളെ കാത്ത് 41 എംപ്ലോയീസാണ്. ഇത്തരം ഒരു അവസരം ലഭിക്കുന്നത് തന്നെ നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് ഉന്നതിഷ്ഠിതമായ വിദ്യാഭ്യാസത്തെ ക്രമപ്പെടുത്തുന്നു. പഠിച്ച് പാസ്സാകുന്ന കുട്ടികൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിന് സംരംഭം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും സഹായത്തോടും നടപ്പാക്കും. നമ്മുടെ കഴിവുകൾ തെളിയിക്കുക, ആ കഴിവ് തെളിയിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി പ്രയോജനപ്പെടുത്താനാണ്. നിങ്ങൾക്കൊക്കെ കഴിവുള്ളവരാണ്. പഠനത്തിൽ നിങ്ങൾക്ക് കഴിവ് തെളിയിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. പക്ഷെ സ്വാഭാവികമായും ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂ നടക്കുമ്പോൾ നമുക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം നിങ്ങളെ എംപ്ലോയേഴ്സ് നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ ബയോഡേറ്റ മാത്രമല്ല നോക്കുന്നത്, സ്വാഭാവികമായും നിങ്ങളുമായി ആശയവിനിമയം നടത്തും. പെർഫോമൻസ് എന്ന് പറയുന്നത് വലിയ കാര്യം. പെർഫോമൻസിന് വേണ്ടത് നമുക്കറിയാം. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. നിങ്ങൾ ഇത് കഴിഞ്ഞ് ഇവിടുത്തെ വ്യത്യസ്ത തലത്തിലുള്ള എംപ്ലോയർമാരാണ് വിളിച്ചത്, പല മേഖലയിൽ. അങ്ങനെ അവരുമായി നിങ്ങൾ അഭിമുഖം നടത്തുമ്പോൾ, ആശയവിനിമയം നടത്തുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ടാകണം. നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടണം. അതുവഴി നിങ്ങളുടെ ജീവിതം കൂടുതൽ സുരക്ഷിതമാണ്. അതിന് ഒരു ആശംസകൾ പറയുന്നു. വന്നിരിക്കുന്നവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് നല്ല അവസരമുണ്ടാകട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുന്നു. ഈ കലാലയത്തിൽ ഒട്ടേറെ പരിപാടി ഞാൻ പങ്കെടുക്കുന്നു. ഈ കോളേജിലെ പ്രിൻസിപ്പൽ മറ്റ് ജില്ലമാരുണ്ടായിരുന്നു, ജനപ്രതിനിധികളുണ്ട്, ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. ഇവരെല്ലാം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇനിയിപ്പോൾ സംസാരിക്കുന്ന കുറേ പരിപാടിയാണ് എന്നുള്ളത് തയ്യാറെടുപ്പോടുകൂടി വന്നിരിക്കുന്ന നിങ്ങൾ, പ്രാർത്ഥനയോടുകൂടി വന്നിരിക്കുന്ന നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പരിപാടി കാണാൻ അയക്കുന്നു. ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നു. നമസ്കാരം. ജയ്. Sir, I invite Mr. X Thomas, Employment Officer, SE Thrissur, for the felicitation. ഈ പ്രോഗ്രാം അധ്യക്ഷത വഹിച്ച ശ്രീ പ്രിൻസ് തോമാക്കർ, പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ശ്രീ ചാലക്കുടി MP ശ്രീ ബെന്നി ബെഹനാൻ അവർ, ഞങ്ങളുടെ സ്വാഗതം ആശംസിച്ച ഞങ്ങളുടെ ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ ശ്രീ സമീറ MP, ആശംസകൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള ശ്രീമതി ബിന്ദു ശശികുമാർ, കൗൺസിലർ ചാലക്കുടി മുനിസിപ്പാലിറ്റി, പ്രിൻസിപ്പൽ സിസ്റ്റർ ഐറിൻ, ചാലക്കുടി എംപ്ലോയ്മെൻറ്റ് ഓഫീസർ ഷൈനി അഷ്റഫ്, എംപ്ലോയ്മെൻറ്റ് BG ഓഫീസർ ശ്രീ ഷാജു ഗാനക്കരൻ. ഞാൻ ഒരു ദീർഘമായ പ്രഭാഷണത്തിനൊന്നും മുതിരുന്നില്ല. കാരണം ഞങ്ങളുടെ ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ ശ്രീമതി സമീറ മാഡം തന്നെ എല്ലാ കാര്യങ്ങളും ആമുഖമായിട്ട് സ്വാഗതം ആശംസിച്ച് സംസാരിച്ചപ്പോൾ നിങ്ങളോട് എല്ലാം വിശദമായി തന്നെ സംസാരിച്ചിട്ടുള്ളതാണ്. ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെയും ജില്ലാ എംപ്ലോയ്മെൻറ്റ് സെൻറ്ററിൻ്റെയും ചാലക്കുടി സെക്രട്ടറി ഹാർട്ട് കോളേജിൻ്റെയും നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന പ്രൈഫ്റ്റി എന്ന വാക്കിൻ്റെ അർത്ഥം എംപ്ലോയ്മെൻ്റ് എന്നാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ആപ്റ്റ് ആയിട്ടുള്ളൊരു വേർഡ് തന്നെയാണ് ഈ പ്രോഗ്രാമിന് കിട്ടിയിരിക്കുന്നത്. പ്രൈഫ്റ്റി എന്ന പേരിൽ
ഞങ്ങളുടെ എല്ലാ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയ്മെന്റ് സെന്ററുകൾ മുഖാന്തരം എല്ലാ വർഷവും നിരവധി പ്രോഗ്രാമുകൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്യാറുള്ളതാണ്. ഈ വർഷത്തെ ഞങ്ങളുടെ ഇത് 2ാമത്തെ പ്രോഗ്രാമാണ്. ആദ്യത്തെ ഞങ്ങൾ ജവഹർ ബാലഭവൻ തൃശ്ശൂർ വെച്ച് കണ്ടക്ട് ചെയ്തിരുന്നു. ഇത് 2ാമത്തെ പ്രോഗ്രാമാണ് ഈ കണ്ടക്ട് ചെയ്യുന്നത്. മാത്രമല്ല എംപ്ലോയബിലിറ്റി എനിക്ക് ഇത് ഇവിടെ ഒരു അഭിമാന മുഹൂർത്തം കൂടിയാണ്. കാരണം എൻ്റെ വൈഫ് പഠിച്ചൊരു കലാലയം കൂടിയാണ്. ഒരു 93-95 ബാച്ചിൽ അവളിവിടുന്ന് ഫസ്റ്റ് ഗ്രൂപ്പ് പാസ് ഔട്ടായി. പിന്നെ മറ്റുള്ള ഡിഗ്രി PG ഒക്കെ സെൻറ് ജോസഫ്സിലാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് കൂടി ഉണ്ട് ഇവിടെ. അത് മാത്രമല്ല ഞാനിവിടെ ചാലക്കുടിക്കാരൻ കൂടിയാണ്. ഗുരുമൂരാണ് എൻ്റെ സ്വദേശം. അപ്പോൾ ഇപ്രകാരം ഒരു പ്രോഗ്രാം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്, ഞങ്ങളുടെ എൻ്റേതായ സ്ഥാപനത്തിന് ഇവിടെ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം എനിക്കൊരു അഭിമാനമുണ്ട്. ഈ നാട്ടുകാരായ കുട്ടികൾക്ക് അതിൻ്റെ ഒരു പ്രയോജനം ലഭ്യമാകുന്നു എന്നതിൽ വളരെയധികം സന്തോഷവും ഉള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഉദ്യോഗദായകരായ ഉദ്യോഗദായകർക്ക് മികച്ച ഉദ്യോഗാർത്ഥികളെയും ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച ഉദ്യോഗദായകരെയും ലഭ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി. Employment Officer, Town Employment Exchange Officer of Chalakudy for the felicitation. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇവിടെ അധികം വാക്കുകൾ പറയുന്നില്ല. ഇവിടെ ഹാജരായിരിക്കുന്ന മികച്ച ഉദ്യോഗാർത്ഥികൾ ലഭിക്കുന്നതിനായിട്ട് ഹാജരായിരിക്കുന്ന എല്ലാ ഉദ്യോഗദായകർക്കും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരുടെ ക്വാളിഫിക്കേഷനും അവരാഗ്രഹിക്കുന്ന ക്വാളിഫിക്കേഷനും യോഗ്യതകളുമുള്ള മികച്ച ഉദ്യോഗാർത്ഥികളെ ലഭ്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഹാജരായിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അവരാഗ്രഹിക്കുന്ന വിധത്തിൽ നല്ലൊരു ജോലി ലഭിക്കുന്നതിന് ഈ ഉദ്യോഗദായകർ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. നമസ്കാരം. Thank you, ma'am. As we conclude the formal proceedings of today's event, I invite Mr. Shajul Anapan M, Employment Officer, VG, District Employment Exchange, Thrissur, for the vote of thanks. ഏറെക്കുറെ അരമണിക്കൂർ നീണ്ട നമ്മുടെ ഈ ഒരു ഉദ്ഘാടന പരിപാടിയിൽ ഒരു 1-2 കാര്യം മാത്രം സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നന്ദി പ്രകാശനമാണ്. നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 1-2 മാസത്തോളമായിട്ട് ഞങ്ങൾ ശ്രമം നടത്തി. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഈ ഓഡിറ്റോറിയത്തിലും കോളേജിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ആയിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സംഘാടകൻ എന്നുള്ള നിലയിൽ എനിക്കും ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർക്കും ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും എല്ലാം ഏറെ അഭിമാനവും സന്തോഷവും ഈ ഒരു മുഹൂർത്തം നൽകുന്നുണ്ടെന്ന് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. നമ്മുടെ ഈ ചടങ്ങ് ഔദ്യോഗികമായിട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എത്തിച്ചേർന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ശ്രീ പ്രിൻസ് PS അവറുകളാണ്. അദ്ദേഹം കൃത്യസമയത്ത് തന്നെ വന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിർവഹിച്ചു. അദ്ദേഹം സ്റ്റേജിൽ ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് തൃശ്ശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൻ്റെയും സെക്കൻഡ് ആർട്സ് കോളേജിൻ്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഈ പരിപാടി ജോബ് ഡ്രൈവ് ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മുടെ ചാലക്കുടി MP ആയിട്ടുള്ള ബഹുമാന്യനായ ബെന്നി പേനാൻ സാർ അവറുകളാണ്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഉദ്ദേശിച്ചപ്പോൾ അതൊരു സെൻട്രൽ ഗവൺമെൻറ് അസിസ്റ്റൻസോട് കൂടിയിട്ടുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട MP-മാർ കൂടെ ഇതിൽ പങ്കെടുക്കുന്നത് വളരെ ഉചിതമായിരിക്കും എന്നുള്ളത് കൊണ്ടും ഡയറക്ടറേറ്റ് ചെയ്യുന്ന എൻവയോൺമെന്റ് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശമുള്ളത് കൊണ്ടും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ നമ്മളൊരു ഉദ്ഘാടന പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തത്. അപ്പോൾ കോളേജിൻ്റെ ഒരു സൗകര്യപ്രദമായ ഒരു തീയതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമ്മതം നമുക്ക് നൽകുകയും ഈ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്ത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമുക്ക് ജില്ലാ എംപ്ലോയ്മെന്റിന്റെ പേരിലും സെക്കൻഡ് ആർട്സ് കോളേജിന്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലുള്ള അഗൈതവുമായി നന്ദി ഈ ഒരു അവസരത്തിൽ ബഹുമാനപ്പെട്ട എനിക്ക് അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്തരം ഒരു പ്രോഗ്രാം ഇത്രയും സൗകര്യങ്ങളോടുകൂടി ഞങ്ങൾക്ക് നടത്തുന്നത് സഹായകമായത് വേറെ ആരുമല്ല ഈ കോളേജിന്റെ ബഹുമാനിയായ പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ഐറിൻ അവറുകളാണ്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സിസ്റ്ററിനെ കോൺടാക്ട് ചെയ്ത ആ നിമിഷം തുടങ്ങി അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശകൾ നമുക്ക് നൽകുകയും ഇത്രത്തോളം അത് എത്തിക്കുന്നതിന് ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ. സിസ്റ്ററിനും ഈ ഒരു സമയത്ത് ഈ ഒരു ഏരിയയിൽ
തൃശ്ശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും സെക്രട്ടേറിയറ്റ് കോളേജിന്റെയും നിങ്ങൾ ഓരോരുത്തരും പേരുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ആശംസകൾ പറഞ്ഞ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ശ്രീ റെക്സ്, അതുപോലെ തന്നെ ചാലക്കുടി എംപ്ലോയ്മെന്റ് ഓഫീസറായിട്ടുള്ള ശ്രീമതി ഷൈനി അഷ്റഫുമാണ്. ഔപചാരികരുടെ പേരിലെങ്കിലും അവർക്കും ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും സെക്രട്ടേറിയറ്റ് കോളേജിന്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അവസാനമായി, പക്ഷേ എന്നാൽ തീരെ പിറകിലായിട്ട് അല്ലാതെ തന്നെ ഇതിൻ്റെ ഈ പരിപാടികൾക്കൊക്കെ ഓവറോൾ തൂക്കാൻ പിടിച്ചത് നിങ്ങളോട് വളരെ സുദീർഘമായി വിശദമായി സംസാരിച്ച ഞങ്ങളുടെ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസറാണ് സമീർ സാറിനും ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഈ പ്രോഗ്രാമിന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. പൊതുവായ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. വേറെ ഒന്നുമല്ല, ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് അസിസ്റ്റഡ് പ്രോഗ്രാമായിട്ടാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള നാഷണൽ കരിയർ സർവീസ് എന്ന് പറയുന്ന ഒരു പോർട്ടൽ, ആ പോർട്ടലിൽ നമ്മൾ ഇവിടെ ഇന്ന് നിങ്ങൾ ജോലിക്ക് ഇന്റർവ്യൂവിന് വരുമ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡാറ്റ സ്വാഭാവികമായിട്ടും അത് അപ്ലോഡ് ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മെഗാ ജോബ് ഡ്രൈവുകൾ ഭാവിയിൽ നമ്മുടെ നാട്ടിലോ തൃശ്ശൂർ ജില്ലയിലോ വെളിയിലോ കേരളത്തിന് വെളിയിലോ ഒക്കെ ആയിട്ട് നടത്തപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനുകൾ വരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഭാവിയിൽ ഇതല്ലെങ്കിൽ മറ്റൊരു എംപ്ലോയറുടെ അടുത്ത് ഒരു എംപ്ലോയ്മെന്റ് സാധ്യത നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് നിങ്ങൾ എക്സസ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഡാറ്റ കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള QR കോഡ് നമ്മൾ ഇവിടെ നേരത്തെ വെച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ പല ഭാഗങ്ങളിലും വെച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് ഓൺലൈൻ ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്ത് ഏറ്റവും മിനിമം കാര്യങ്ങൾ മാത്രം അതിൽ കൊടുത്താൽ മതി. നിങ്ങൾ അത് ഡീറ്റെയിൽസ് നിങ്ങളുടെ ബയോഡാറ്റ അതിൽ അപ്ലോഡ് ചെയ്യണമെന്ന് കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു QR കോഡ് കൂടി നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇവിടെ നടക്കുന്ന ഇന്റർവ്യൂവിനെ പറ്റിയിട്ട് മൊത്തത്തിലൊരു അറിയിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നടക്കുന്ന ഓരോ എംപ്ലോയർമാരുടെയും വിശദാംശങ്ങൾ, അവരുടെ വേക്കൻസീസ്, എത്ര എണ്ണം വേക്കൻസീസ് ഉണ്ട്, സാലറി എത്രയാണ്, വിദ്യാഭ്യാസ യോഗ്യത എത്രയാണ്, ഇമാതിരിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനും അവർ ഏത് റൂമിലാണ് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഇരിക്കുന്നത് എന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ QR കോഡ് ഉള്ളത്. അപ്പം അതുകൊണ്ട് ഈ 2 QR കോഡും നിങ്ങൾ സ്കാൻ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെന്നും ഈ ഒരു അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ ഒരു പരിപാടി ഇത്രയും മനോഹരമാക്കുന്നതിന് സഹകരിച്ച ഇവിടെ ഹാജരായ നിങ്ങൾ ഓരോരുത്തർക്കും തൃശ്ശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് കോളേജിന്റെയും പേരിലുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് ബന്ധപ്പെട്ട എംപ്ലോയറുടെ കോഡിലേക്ക് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഉണ്ടാവുന്നതാണ്. ശേഷം ഏത് ബ്ലോക്കാണെന്ന് നോക്കുക. അതുപോലെ ഏത് ബ്ലോക്കാണെന്ന് നോക്കി നമുക്ക് വേണം എത്താനായിട്ട്. താങ്ക് യു.
ക്ലാസ് റൂംസ് തന്നെ വേണ്ട. ഇതിന് 30 രൂപ, ഇത് ഹാൻഡ് വാഷ് ഇതിന് 30 രൂപ. ഇത് കോംബോ ആണ്. ഇതിന് ക്ലോത്ത് പിന്നർ വാഷ്, ഹാൻഡ് വാഷ്, പിന്നെ ഡിറ്റർജൻറ്റ്, പിന്നെ സോപ്പിന് കൂടെ 130 രൂപ. പിന്നെ അവിടെ 50
സോപ്പ്.